സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഒരുങ്ങി റെഡിയായി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന്. ഞാൻ പോകാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്. കൊല്ല എന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, കൊല്ലായി ശ്രീ ഭദ്രകാളി ക്ഷേത്രം. അവിടെയാണ് കിട്ടുന്ന കട. ഞാൻ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നത് ആ സ്ഥലത്താണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ അമ്പലത്തില് ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് ഘോഷയാത്ര നടക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കിട്ടുവിന്റെ കടയിൽ നിറപറ വെക്കുന്നുണ്ട്, കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ നിറപറ വച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ മുന്നിലത്തെ വർഷം വച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് ഡെലിവറി കഴിഞ്ഞ് ഞാൻ ഡാഡുമായിട്ട് എന്റെ വീട്ടിൽ കിടന്നത്. അപ്പൊ നമുക്ക് വെക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം വെക്കണമെന്ന് അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അമ്പലത്തില്. അപ്പൊ പെട്ടെന്ന് തോന്നിയൊരു തോന്നലിന്റെ പുറത്ത് നമ്മളിത് നിറപറ വയ്ക്കാന്ന് വിചാരിച്ചു. കിട്ടുവിടെയല്ല, കിട്ടു ജോലിക്ക് പോയി. നമ്മുടെ അനിയന്മാരൊക്കെ ഉണ്ട്. നമ്മളെല്ലാരും കൂടെ നിറപറ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്പലത്തിലെ ഘോഷയാത്ര നിറപറ വിശേഷങ്ങളാണ്. അപ്പോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ പാറുണ്ട് വയറ്റിലൊരു ബേബിയുണ്ട്. നമ്മൾ നേരെ കിട്ടുവിൻ്റെ കടയുടെ ഫ്രണ്ടിൽ എത്തി. ഇവിടെയാണ് നമ്മൾ നിറപറ സെറ്റ് ചെയ്യുന്നത്. കിട്ടു ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞില്ല, കിട്ടു വർക്കിന് പോയിരിക്കുകയാണ്. കിട്ടു വൈകിട്ടേ എത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് കിട്ടു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇവിടെ നിറപറ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നതാണ്. ഡാഡൂസൊക്കെ ധരിപ്പുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്കും നമ്മുടെ കൂടെയുള്ള ആർക്കും ഇത് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇതൊരു ട്രഡീഷണൽ രീതിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അറിയത്തില്ല. കിട്ടുന്നറിയാം, പക്ഷേ കിട്ടു അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അടുത്തുനിന്നൊരു ആൻറ്റിയാണിത്. ആ ആൻറ്റിയെ വിളിച്ച് ആൻറ്റിയുടെ സഹായത്തോടു കൂടിയാണ് നിറപറ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തിന് മുന്നേ ഉള്ള വർഷത്തിൽ നമ്മൾ ഇതുപോലെ നിറപറ സെറ്റ് ചെയ്തായിരുന്നേ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തില്ല. അതിൻ്റെ കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെയാണ് ഡെലിവറി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നത്. അപ്പോൾ ഡാഡൂസ് ഒരു ബേബിയായിരുന്നു, വളരെ കുഞ്ഞ് ബേബിയായിരുന്നു. നമുക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും പ്ലാൻ ചെയ്യണമെന്നും പറ്റിയില്ല. ഉച്ചയ്ക്ക് അമ്പലത്തിൽ ചോറ് കഴിക്കാൻ പോയി നമ്മൾ. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടേ. അങ്ങനെ പോയ വഴിക്കാണ് ഇങ്ങനെ നിറപറ ഇട്ടാലോ എന്ന പ്ലാനിങ് വരുന്നതും ചെയ്യുന്നതും. കിട്ടു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെയ്യണോ വേണ്ടുന്ന കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ പിന്നെ അനിയന്മാരൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് നിറപറ സെറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയത്. എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഫീലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ പോയി റെഡിയാക്കി വന്നത്. ഞങ്ങൾ വീട്ടിൽ പോയ സമയത്ത് അനിയന്മാരെല്ലാവരും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചത്. പിന്നെ ഘോഷയാത്ര തുടങ്ങാറായപ്പോഴത്തേക്കും നമ്മളെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നതാണ് അവർ. പിന്നെ നിറപറയൊക്കെ വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ഒരുങ്ങണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാരി കൊടുക്കാമെന്ന് വിചാരിച്ചത്. സത്യത്തിൽ എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ല ഗൈസ്. തട്ടിക്കൂട്ടിയെ കൊടുക്കാനേ എനിക്കറിയത്തുള്ളൂ. പിന്നെ നമ്മുടെ ചിപ്പി വന്നാണ് എനിക്ക് സാരിയൊക്കെ കൊടുത്തു തന്നത്, എനിക്കും പാറുവിനും. അങ്ങനെയാണ് നമ്മൾ ഒരുങ്ങി റെഡിയായി വന്നത്. പിന്നെ എല്ലാം സെറ്റ് ചെയ്യേണ്ട പണിയിലാണ്. നമ്മളും ഈ ആൻറ്റിയും കൂടെയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഈ സമയമായപ്പോഴത്തേക്കും അമ്പലത്തിൽ ഘോഷയാത്ര പുറത്തോട്ട് ഇറങ്ങേണ്ട സമയമായി. അതായത് കിട്ടുവിൻ്റെ കട എന്ന് പറയുന്നത് നമ്മുടെ അമ്പലം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഘോഷയാത്ര പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ നിറപറ എടുത്തിട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്കാണ് നമ്മുടെ നിറപറ എടുക്കുന്നത്. അതുകൊണ്ട് ഘോഷയാത്ര തുടങ്ങി അപ്പം തന്നെ വരും. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു, സെറ്റ് ചെയ്തു. നമുക്ക് സാമ്പ്രാണിയൊക്കെ കുത്തി വയ്ക്കാം. ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറുവാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ഡാഡൂസി പാറുടെയൊക്കെയോ കയ്യിലിരിപ്പുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അവൻ സേഫാണ്. അതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മളിത് എല്ലാം സെറ്റാക്കി ഫൈനലായിട്ട് വിളക്ക് കത്തിച്ച് സാമ്പ്രാണിയൊക്കെ കുത്തി വെക്കേണ്ട പരിപാടികളിലാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നിറപറ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് നോക്കൂ ഗൈസ്, ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത നിറപറ. ഭയങ്കര സമയം കുറവായിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ നമ്മുടെ അനിയന്മാരെല്ലാവരും പെട്ടെന്ന് അവന്മാർ എഫേർട്ട് എടുത്താണ് നമുക്കിത് റെഡിയാക്കി തന്നത്. വളരെ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അങ്ങനെ ഇതെല്ലാം സെറ്റായപ്പോഴത്തേക്കും ഘോഷയാത്ര വന്നു. നമ്മുടെ നിറപറ എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടേ. അങ്ങനെ ദേവി എത്തിയിട്ടുണ്ട്. പൂജയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിവേദിച്ച് നമ്മുടെ നിറപറ ദേവി സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡാഡുവിനും എനിക്കുമൊക്കെ ഇങ്ങനെ കുറിയൊക്കെ ഇട്ട് തന്നു. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. എസ്പെഷ്യലി എനിക്ക് സന്തോഷം കൂടുതലാവേണ്ട കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുവിൻ്റെ കടയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. അതെല്ലാം റെഡിയാക്കി സെറ്റായി സന്തോഷത്തോടെ അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ വിളക്കൊക്കെ തന്നു. അതൊക്കെ പ്രാർത്ഥിച്ചു, റെഡിയായി. പിന്നെ നമ്മുടെ നെല്ലൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി വളരെ മനോഹരമായി അവസാനിച്ചു.
ഇനിയാണ് ഘോഷയാത്രയുടെ തുടക്കം. ഈ നമ്മുടെ ദേവിക്ക് പിന്നാലെയാണ് ഘോഷയാത്രകൾ വരുന്നത്. ഇതായിരുന്നു ഘോഷയാത്രയുടെയൊക്കെ മെയിൻ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇവിടെ കൂടെയൊക്കെ ഓടിയും ചാടിയും സൈക്കിൾ ചവിട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ട് കുറേ നേരം ആസ്വദിച്ച് അവിടെ നിന്നു. ഈ കാണുന്ന ബ്ലൂ കളർ ഷർട്ട് ഇട്ട ആളായിരുന്നു ഭയങ്കര ആക്റ്റീവായിട്ടുള്ളത്. ഡാഡുവിൻ്റെ അടുത്ത് വന്ന് ഡാഡുവിന് ഇങ്ങനെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് കുറേ നേരം ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ചെണ്ടമേളവും ഉണ്ടായിരുന്നു. ചെണ്ടമേളത്തിൻ്റെ പുറകിലായിട്ട് ഇതുപോലത്തെ ഫ്ലോട്ടുകളുണ്ടായിരുന്നു. 2 ഫ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. ഘോഷയാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ഭാഗം ഇതാണല്ലോ. ഇത് രാത്രി കാണാനാണ് ഭയങ്കര ഭംഗി. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ രാത്രി കാണിച്ചു തരാം. രാത്രിയുള്ള വ്യൂ കാണിച്ചു തരാവേ. അങ്ങനെ നമ്മൾ കുറേ നേരം വീട്ടിലെ കടയിലൊക്കെ വന്ന് നിന്നു. പിന്നെ ബോറടിച്ചപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ പോയിട്ടാണ് വീണ്ടും തിരിച്ചു വന്നത്. അങ്ങനെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ നിറവറ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ പറക്കി എടുത്തു തിന്നാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ കഴിക്കാൻ ഒരു മോഹം. അങ്ങനെ അത് കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, അപ്പോഴേക്കും കിട്ടുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കിട്ടു വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി വന്നു. കിട്ടു, പാറു, അജേഷ്, ഡാഡു എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. ഘോഷയാത്ര തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിളക്കിൽ എണ്ണ തീരാറായപ്പോഴത്തേക്കും കുറച്ച് എണ്ണയും കൂടെ വിളക്കിൽ ഒഴിച്ചു കൊടുത്തു. ഡാഡു ഒക്കെ ഇവിടെ ഇരിപ്പോൾ ഡാഡുവിനെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്തിട്ട് വീണ്ടും കൊണ്ടുവന്നതാണ്. ഏകദേശം ഒരു 10-11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാറൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഘോഷയാത്ര കാണാൻ വേണ്ടി. അപ്പോഴേക്കും നമ്മുടെ അമ്മുവും രാഹുലേട്ടനും ഒക്കെ വന്നായിരുന്നു. പിന്നെ അമ്മുവിനെയും രാഹുലേട്ടനും ഇങ്ങനെ ഡാഡുവിന് വേറെ ആരെയും വേണ്ട. അതുകൊണ്ട് തന്നെ ഡാഡൂസ് അവരുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും വഴിയിൽ നിന്ന് ഏതോ ഒരു അങ്കിൾ വന്നിട്ട് ഡാഡുവിന് ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനൊരിച്ചിരി കൊടുത്തു. ഒരിച്ചിരി ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ബാക്കി ഞാനും അമ്മയും കൂടെ കഴിച്ചു ഗൈസ്. നമ്മൾ പിന്നെ എന്ത് കിട്ടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുവാണല്ലോ. പിന്നെ ആ മാമൻ ഇങ്ങനെ ഡാഡുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ സ്നേഹത്തിൽ കൊണ്ട് കൊടുത്താണ് നമ്മളത് സന്തോഷത്തോടെ വാങ്ങി കഴിച്ചു. അത് കഴിഞ്ഞ് രാഹുലേട്ടൻ പോയിട്ട് നമുക്ക് വീണ്ടും ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു. പിന്നെ രാത്രി ഘോഷയാത്ര വരേണ്ട സമയമായി. അതായത് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ ഘോഷയാത്ര സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകും. മറ്റേ ദേവിയുടെ വാളൊക്കെ ആയിട്ട്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല, ചെറുതായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ പോയി ദേവിയെ ഘോഷയാത്ര അവിടെ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. പിന്നെ രാത്രി ഘോഷയാത്ര വരുന്നതിന് മുന്നേ തന്നെ ഞാനും ഇങ്ങോട്ട് ജസ്റ്റ് വണ്ടിയിൽ പെട്രോളൊക്കെ അടിക്കാൻ പോയി ചുമ്മാ നൈറ്റൊരു കറക്കം. ഡാഡു അമ്മൂൻ്റെ കയ്യിലാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളിത് ഹാഫ് മൂൺ കണ്ടു. ഇത് ഹാഫ് മൂണാണ്, പക്ഷേ വീഡിയോയിൽ ഇതെങ്ങനെ കാണാമെന്നറിയത്തില്ല. അങ്ങനെ അതൊക്കെ കണ്ട് യാത്ര ചെയ്ത് സന്തോഷിച്ച് നമ്മൾ തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മുടെ ഘോഷയാത്ര എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെണ്ടമേളമാണ്. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി നമ്മുടെ ഘോഷയാത്ര തിരിച്ച് അമ്പലത്തിൻ്റെ നടയിലെത്തിയിട്ടുണ്ട്. ദേവി തിരിച്ചെത്തിയിട്ട് നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി പോവാണ്. ഇതിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് താലപ്പൊലിയും കുത്തിയൊട്ടുമൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഉത്സവത്തിന് സമാപനമാവാറായിരിക്കുകയാണ് ഗായ്സ്. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഘോഷയാത്രയ്ക്ക്. താലപ്പൊലിയും കുത്തിയോട്ടവും അതിൻ്റെയൊക്കെ ആൾക്കാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും നേരെ ഇനി അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറും. ഇനി അതിൻ്റെ ബേക്കിൽ നിന്നാണ് ബാക്കിയുള്ള പരിപാടികൾ വരുന്നത്. അതായത് നമ്മുടെ തെയ്യം അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ തെയ്യം ഇവിടെ എത്താറായിട്ടുണ്ട്. കുഞ്ഞിനെ എനിക്ക് തെയ്യം ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തെയ്യം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ 3 തെയ്യം ഉണ്ടായിരുന്നേ നമുക്ക്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തെയ്യത്തിൻ്റെ പരിപാടികളെല്ലാം അവിടെ അവസാനിച്ചു. അതിനുശേഷം ഇതുപോലെ കുറേ ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ അട്രാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഷാജി പാപ്പനും കുതിരവട്ടം പപ്പും ഹരിശ്രീ അശോകനും ഒക്കെ ആയിരുന്നു. അങ്ങനെ അത് കുറേ നേരം കണ്ടവിടെ നിന്ന് അതൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ അല്ലറ ചില്ലറ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു നൈറ്റേ. പണ്ടത്തെ കുറേ സിനിമാ പാട്ടുകൾ ഈ ഐറ്റം ഉണ്ടല്ലോ, അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഡാഡുവിന് കുറച്ച് ഉറക്കം വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അവൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. കിട്ടു എൻ്റെ അടുത്തുണ്ട് ഗായ്സ്. കിട്ടു തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ എൻ്റെ മെയിൻ ഐറ്റമായ പോപ്പർ പൊട്ടി.
സത്യം പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. പോപ്പർ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഭയങ്കര രസമാണല്ലേ. ഇതിങ്ങനെ പറന്നിങ്ങനെ ആകാശത്ത് ഫുള്ളും ആവും. അങ്ങനെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ അതൊക്കെ തലയിൽ ഏറ്റു വാങ്ങിക്കൊണ്ട് അവിടെ നിന്നു. കണ്ടോ, കളർഫുള്ളായിട്ടുണ്ടായിരുന്നു, കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു, ഹാപ്പിയായി നമ്മൾ അവിടെ തന്നെ നിന്നു. കണ്ടോ, തീരാതെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു, ഫുൾ ഹാപ്പി. അപ്പോഴേക്കും നമ്മുടെ നന്ദു എത്തി. അവൻ അവനെ തന്നെ സ്വയം വിളിക്കുന്നത് ഇപ്പാ ഗൈസ് എന്നാണ് ഗൈസ്. അവൻ്റെ പേര് പ്രത്യേകം പരാമർശിക്കണമെന്ന് അവൻ എൻ്റെ അടുത്ത് എടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ അവനാണ് പിന്നെ വീഡിയോസൊക്കെ എടുത്തത്. അവനവിടെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അങ്ങനെ അവൻ വന്ന് ഫോൺ വാങ്ങി നമ്മുടെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല, നിങ്ങൾ ക്ഷമിക്കുക. എന്നാലും നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളിത് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മളുടെ വീട്ടിലെത്തും. നമ്മുടെ ഫ്ലോട്ടുകളുടെ വരവായിരുന്നു അടുത്തുള്ളത്. ഇത് കാണാൻ വേണ്ടി ഞാൻ പിന്നെ കാത്തിരുന്നത്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഡാഡുവിനെ കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മറ്റൊരു ലക്ഷ്യം. നല്ല രസമല്ലേ, അവൻ ഇതുവരെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ കൊടിയിറക്കത്തിനുള്ള സമയമായി. ഉത്സവം അവസാനിക്കാറായിരിക്കുന്നു. കൊടിയിറക്കവും അങ്ങനെ കഴിഞ്ഞു. ഈ വർഷത്തെ ഉത്സവം അവസാനിക്കാൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോഴേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഫ്ലോട്ടിൽ ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ടായിരുന്നു. ശിവനായിരുന്നു അത്. അങ്ങനെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വൈകിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലോ. അതിനെക്കാട്ടിയും ഭംഗി രാത്രിയാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയൊക്കെ രാത്രി എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അതും കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൊല്ലായിലെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, കിട്ടുവിൻ്റെ കടയുടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാ കൊല്ലവും ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇനി നമുക്ക് ഒരേ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ദേ നമ്മുടെ ഈ ആകാശത്ത് കാണുന്ന പൂത്തിരികൾ. ഇതും കൂടെ അവസാനിക്കുമ്പോൾ ഉത്സവം പൂർണ്ണമായും അവസാനിച്ചു എന്ന് നമുക്ക് പറയാം. ഇത് നമുക്ക് എല്ലാത്തിൻ്റെ അവസാനം ഇങ്ങനെതാ ഇതും കൂടെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ. അങ്ങനെ അത് ഫുള്ള് കണ്ടു. ഇത് ഒരുപാടുണ്ടായിരുന്നു. തുടങ്ങി സ്പീഡാക്കിയിട്ടേക്കുവാണ്. ഇഷ്ടം മൂലം ഉണ്ടായിരുന്നു. കുറേ നേരം നമ്മൾ അതും കണ്ട് അവിടെ നിന്നു. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇനി കാണാൻ വേറെ ഒന്നുമില്ലയെന്ന് മനസ്സിലാക്കിയിട്ട് കുറേ നേരം കിട്ടുന്ന കടയിലൊക്കെ പോയിരുന്നിട്ട് നമ്മൾ തിരിച്ചതാ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഡാഡുമൊക്കെ ഉറങ്ങി. അപ്പോൾ ഉത്സവ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ.